ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ എടുത്ത ഈ വണ്ടിയുടെ റേഞ്ച് ടെസ്റ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് ഈ ഓല S1 Gen 3 4 kW എന്ന് പറഞ്ഞ മോഡൽ. ഞാൻ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഇലക്ട്രിക് വണ്ടിയും തന്നെയാണ് ഈ ഇരിക്കുന്ന Gen 3 മോഡൽ. ഒരുപാട് പേര് എന്നോട് ഓല എടുക്കരുത് പറഞ്ഞിട്ടും ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെ റിസ്ക് എടുത്ത മോഡലാണ് എടുത്ത വണ്ടിയാണ് ദേ ഇരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഓലയുടെ ഷോറൂമിൽ പോയി ബുക്ക് ചെയ്യുന്നു, ഓലയുടെ ഷോറൂമിൽ പോകുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേന് എന്നോട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതാണ് ഓലയെക്കാട്ടി ബെറ്റർ ആണ് ഏതർ ചെയ്തൊക്കെ അതേപോലുള്ള മോഡലുകൾ നോക്കുമായിക്കൂടെ, എന്തിനാണ് ഈ ഓല പോയി എടുക്കുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ തന്നെ ആഗ്രഹിച്ചെടുത്ത മോഡലാണ് ഈ ഇരിക്കുന്ന ഓല S1 Gen 3. ഞാൻ ഈ ഓല S1 സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ചിന് ഇതുപോലെ ഒരു റേഞ്ച് കൊടുക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രൈസ് റേഞ്ചിൽ വേറൊരു വണ്ടിയും ഇത്രയും റേഞ്ച് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എടുത്തതിനുള്ള ഒരു മേജർ ഫാക്ട് തന്നെയായിരുന്നു ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അതില് ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ഞാൻ ഇവരുടെ ഓലയുടെ സൈറ്റ് നോക്കിയിട്ടായിരുന്നു ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു, കാരണം എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ സൈറ്റിൽ തന്നെ കാണാം. ഞാൻ ഈ വണ്ടി മേടിക്കാനായിട്ട് ഓലയുടെ സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേനും എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തത് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് തന്നെയായിരുന്നു. ഓലയുടെ സൈറ്റിൽ ഇപ്പോഴും കാണിച്ചേക്കുന്നത് സർട്ടിഫൈഡ് റേഞ്ച് ഓഫ് 242 കിലോമീറ്റർ, 11 കിലോവാട്ട് പീക്ക് പവർ ആൻഡ് 125 km/h ഓഫ് ടോപ്പ് സ്പീഡ്. ഇത് മൂന്നുമായിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി തരുമെന്നുള്ളത് ഓല അവരുടെ സൈറ്റിൽ കാണിച്ചിരുന്നത്. ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും പോലെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും ടോപ്പ് സ്പീഡും കിട്ടും, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും എന്ന് പറയുമ്പോഴത്തേന് എന്നാൽ പിന്നെ ഈ വണ്ടി തന്നെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഈ വണ്ടി തന്നെ എടുക്കുക കളയാം എന്നായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വണ്ടിയെ പറ്റിയുള്ള ഒരുപാട് റിവ്യൂസ് ഒരു മാസമേ ആയിട്ടുള്ളായിരുന്നു ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് ആ ടൈമിൽ. ഇവിടെ ഈ ഒരുപാട് റിവ്യൂസ് നോക്കിയപ്പോഴത്തേനും അതിലെല്ലാം പറഞ്ഞേക്കുന്നത് റേഞ്ച്, ഈ വണ്ടിയുടെ ഈ 242 എന്ന് പറയുന്ന IDC റേഞ്ച് എന്നുള്ളത് തികച്ചും ഒരു സ്വപ്നം പോലെയാണ് എല്ലാവരും കാണിച്ചിരുന്നത്. ഒരു മായാജാലം പോലെ. ആർക്കും ഈ വണ്ടി എടുത്ത് ആർക്കും ഈ പറയുന്ന ഒരു റേഞ്ച് കിട്ടുന്നില്ല എന്ന് തന്നെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഷോറൂമിൽ പോയിട്ട് ഷോറൂമിലെ സ്റ്റാഫുകളോട് സംസാരിക്കുമ്പോഴത്തേനും അവരെന്നോട് ഉറപ്പായിട്ടും 160 മോഡൽ എന്ന് പറഞ്ഞ മോഡല് 160 എബോ എന്തായാലും റേഞ്ച് കിട്ടുമെന്ന് അവർ എന്നോട് ഉറപ്പ് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോറൂമിൽ നിന്ന് സ്റ്റാഫ് പറയുമ്പോഴത്തേന് പിന്നെ ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വണ്ടി അങ്ങ് ബുക്ക് ചെയ്തു. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ലാസ്റ്റ് 2 റിവ്യൂ വീഡിയോസും ഡെലിവറി വീഡിയോസും ഇട്ടപ്പോഴത്തേനും ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ഇട്ടിരുന്നത് ഈ വണ്ടിയുടെ റേഞ്ച് എത്ര കിട്ടും, ഈ വണ്ടിയുടെ റേഞ്ച് ടെസ്റ്റ് ചെയ്യാമോ എന്ന് എന്നോട് കുറെ പേര് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാനും ഈ വണ്ടിയുടെ റേഞ്ച് ചെക്ക് ചെയ്ത് നോക്കാം, ഈ ടോപ്പ് റേഞ്ച് എത്ര കിട്ടുമെന്ന് നോക്കാമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോൾ നോക്കിയാലും ഈ വണ്ടി അവർ പറഞ്ഞേക്കുന്ന റേഞ്ച് കിട്ടുന്നില്ലല്ലോ. അപ്പോഴും ഈ വണ്ടി റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്താണ് കാര്യം എന്നാണ് ഞാനും ആലോചിച്ചിട്ടുള്ളത്. നിലവിൽ ഞാനിപ്പോൾ വണ്ടി ഫുൾ ചാർജ് ആക്കാൻ ഇട്ടിട്ടുണ്ട്. വണ്ടി ചാർജ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വണ്ടി നിലവിലിപ്പോൾ കുത്തിയിട്ടേക്കുവാണ് ചാർജ് ആവാനായിട്ട്. ഈ വണ്ടി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ 100% ആവും. ഈ വണ്ടി 100% ആകുമ്പോഴത്തേന് ഈ 100%ത്തിൽ ഇപ്പൊ ഈ വണ്ടി എത്ര കിലോമീറ്റർ ആണ് ഓരോ മോഡലും കാണിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. യെസ്, 100% ചാർജിങ് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ചാർജർ നമുക്കൊന്ന് അൺപ്ലഗ് ചെയ്തിട്ട് ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഗൈസ്, അപ്പോഴെന്തായാലും വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അടിക്കുന്നുണ്ട്. എന്നാലും വണ്ടിയുടെ ഡിസ്പ്ലേ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വണ്ടി നിലവിലിരിക്കുന്നത് പാർക്കഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ അതിൽ നിന്ന് റൈഡിങ് മോഡിലോട്ട് ആക്കാം. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡിലോട്ട് വണ്ടി മാറിയിട്ടുണ്ട്. 100% ബാറ്ററിയിൽ നിലവിൽ ഇപ്പോൾ കാണിക്കുന്നത് 127 കിലോമീറ്റർ മാത്രമാണ്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ അവർ പറഞ്ഞേക്കുന്ന IDC റേഞ്ച് 243 ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കാനേ പോകണ്ട. അത് കണ്ടിട്ട് ആരും വണ്ടി എടുക്കാനും നിൽക്കേണ്ട, നിങ്ങൾ പെട്ടുപോകത്തേ ഉള്ളൂ. എൻ്റെ വണ്ടിക്ക് നിലവിൽ എനിക്ക് മാത്രമാണോ എന്നും എനിക്ക് അറിയത്തില്ല, അതിന് ഷോറൂമിൽ ചെന്നവരോട് സംസാരിച്ച് മാത്രമേ അറിയത്തുള്ളൂ. നിലവിൽ 100% ബാറ്ററി പെർസെൻറ്റേജിൽ 127 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി പോകത്തുള്ളൂ. ഈ നോർമൽ എന്ന് പറഞ്ഞ മോഡല്. ഈ വണ്ടീൻ്റെ നോർമൽ മോഡൽ അല്ലാതെ എക്കോ എന്ന് പറഞ്ഞുള്ള ഏറ്റവും മൈലേജ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡല് വണ്ടി 100%ൽ 161. അതായത് നിങ്ങൾ ഏറ്റവും പയ്യെ പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ടോപ്പ് പോകാൻ പറ്റിയത് 161 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന 243 എങ്ങും എത്താൻ പോകില്ല. അത് കഴിഞ്ഞിട്ട് സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോഡല് വണ്ടി പോകാൻ പോകുന്നത് 114. അത് നിങ്ങൾ എത്ര കൈകൊടുത്ത് ഓടിച്ചാലും ഈ വണ്ടി ഓടുന്നത് 111 കിലോമീറ്റർ വരെ എന്തായാലും ഓടാൻ സാധിക്കും. ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കണ്ടതാണ്. ഈ വണ്ടി കിട്ടാൻ പോകുന്നതും ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നതുമായിട്ടുള്ള റേഞ്ച്
എടുത്തപ്പോൾ പറഞ്ഞത് ഈ റേഞ്ച് അല്ലല്ലോ കിട്ടുന്നതെന്നുള്ളത് ഞാൻ ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു. അപ്പോഴത്തേനും അവർ എന്നോട് പറഞ്ഞത് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓല ഇലക്ട്രിക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ റൈഡിങ് സെറ്റിംഗ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞു. അവർ ഇൻസ്ട്രക്ട് ചെയ്തതനുസരിച്ച് ഞാൻ എന്താ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ ഓല ഇലക്ട്രിക് ആപ്പ്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഈ സ്കൂട്ടിയുടെ പടമുള്ള ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോഴത്തേന് സ്കൂട്ടർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണും. അതിനകത്ത് റൈഡിങ് ഈ ഒരു സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനാണ് നമ്മളുടെ റേഞ്ചും വ്യത്യാസം വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ റൈഡിങ്ങിൻ്റെ 2 ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ഉണ്ട്. അഡ്വാൻസ് റീജനറേഷനും ബ്രേക്ക് ബൈ വയർ സ്ട്രെങ്തും. ഇതിൻ്റെ എല്ലാം പല മോഡുകളും ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ആപ്പിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആപ്പിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും നമുക്ക് മാറ്റാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ എറർ മെസ്സേജ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി ഓണാക്കിയിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യുമ്പോഴത്തേന് ഇതെല്ലാം മാറുമെന്നാണ്. പക്ഷേ ഞാൻ വണ്ടി ഓണാക്കിയും ഓഫാക്കിയും ഞാൻ ആവുന്ന പണിയെല്ലാം ചെയ്ത് നോക്കി. പക്ഷേ അപ്പോഴെല്ലാം ഈ ആപ്പിൽ ഈ എറർ മെസ്സേജാണ് പോപ്പായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ട പോലെയാണ് എനിക്ക് ആപ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നേരെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്തു. എന്താണ് വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇതിനെന്താണ് സൊല്യൂഷൻ, എനിക്ക് റേഞ്ച് പറഞ്ഞ റേഞ്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇതിപ്പം തന്നെ ഞാൻ ഇവിടുത്തെ എക്സാമിന് അയച്ചു കൊടുക്കാവേ. നമുക്ക് മാനുവലി എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 വർക്ക് ഡേയ്സിനകത്ത് തന്നെ ആപ്പിൽ തന്നെ ഇവിടെ വരിക. അതിനിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആപ്പിൽ അവർ മാനുവലായിട്ട് അതിൽ അപ്ഡേഷൻ കൊണ്ടുവരും. ആ അപ്ഡേഷന് ശേഷം എനിക്ക് ആ റൈഡിംഗ് മോഡ് ചേഞ്ച് ചെയ്യാനും ബ്രേക്ക് ബൈ വയറും മറ്റേ സെറ്റിംഗ്സും ഒക്കെ ഹൈ മോഡിൽ ഇടാനും അങ്ങനെ ഈ വണ്ടിയുടെ റേഞ്ച് അവർ കമ്മിറ്റ് ചെയ്ത ആ റേഞ്ച് ഈ വണ്ടിയിൽ കിട്ടുമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ വണ്ടി എടുത്ത ഷോറൂമിൽ നിന്ന് ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ എന്നോട് റിപ്ലൈ തരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പല കമന്റ്സിലും കാണാറുണ്ട് ഷോറൂം വളരെ സർവീസും വളരെ മോശമാണെന്നുള്ളതും അവർ തികച്ചും യാതൊരു റെസ്പോൺസും വണ്ടി എടുത്തതിന് ശേഷം തരുന്നില്ലെന്നൊക്കെയാണ് അവർ കമന്റിൽ കാണാറുള്ളത്. പക്ഷെ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരെന്തായാലും എന്നോട് തിരിച്ച് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് ഷോറൂമിൽ നിന്ന്. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഇത്രയും ദിവസത്തിനുള്ളിൽ ആപ്പിൽ അപ്ഡേഷൻ വരുമോ എന്നും ഈ വണ്ടിയുടെ റേഞ്ച് അവർ കമ്മിറ്റ് ചെയ്താൽ കിട്ടുമോ എന്നും എന്നുള്ളത് ഞാൻ തുടർന്ന് അടുത്തുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളും വണ്ടിയുടെ റേഞ്ച് കൂടുമോ എന്നുള്ളതും ഞാൻ തുടരെയുള്ള വീഡിയോസിൽ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ ബൈ.